നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മാസം 1000 രൂപ ക്ഷേമ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ സുപ്രധാനമായിട്ടുള്ള അറിയിപ്പുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. ഏപ്രിൽ മെയ് മാസത്തിലെ പെൻഷൻ വിതരണം 2000 രൂപയുടെ വിതരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ പെൻഷൻ ലഭിക്കുന്ന ആളുകൾ നിർബന്ധമായും സമർപ്പിക്കേണ്ട 2 രേഖകളെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഈ ചാനലിൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ആയി നമ്മൾ നോക്കാൻ പോകുന്നത് മെയ് ഏപ്രിൽ മാസത്തിലെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം, ഇനി നമുക്ക് ലഭിക്കാനുള്ളത് ഇപ്പോൾ 2 മാസത്തിലെ പെൻഷനാണ്. ഏപ്രിൽ മാസത്തിലെ 1000 രൂപയും മെയ് മാസത്തിലെ 1000 രൂപയും. അതിൻ്റെ വിതരണം പുതിയ മുഖ്യമന്ത്രി അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഏകദേശം 22-ാം തീയതിയോ 23-ാം തീയതിക്കകം തന്നെ നമ്മുടെ പണം അക്കൗണ്ടിൽ എത്തുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നടപ്പിലാക്കുന്നത്. നമുക്കറിയാം, പുതിയ മുഖ്യമന്ത്രി വന്ന് മന്ത്രിസഭ അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഒരുപാട് ഉപകാരപ്രദമായ കാര്യങ്ങൾ അറിയിപ്പുകളുണ്ടായിരിക്കും. KSRTCയിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര, അതുപോലെ തന്നെ പാവപ്പെട്ട കുടുംബങ്ങൾക്കുള്ള ഇൻഷുറൻസ് പരിരക്ഷ, അങ്ങനെ പല കാര്യങ്ങളും അതിൻ്റെ അറിയിപ്പുകളുണ്ടായിരിക്കും. ഇങ്ങനെയുള്ള അറിയിപ്പുകൾ ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോ കാണുന്നെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാൻ കൂടി മറക്കരുത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന രേഖകൾ സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം, നമ്മൾ KSMART ആപ്ലിക്കേഷൻ വഴിയായിരുന്നു എല്ലാ ആളുകളും അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നും ഓൺലൈൻ സെൻ്ററുകളിൽ നിന്നെല്ലാം അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് തിരക്ക് മൂലം ഒരുപാട് അപേക്ഷകൾ തെറ്റുകൾ പറ്റിയിട്ടുണ്ടായിരുന്നു. ചില ആളുകൾ അക്കൗണ്ട് നമ്പർ കൊടുക്കുന്ന ഭാഗത്ത് ഫോൺ നമ്പർ കൊടുക്കുക, മറ്റു ചില ആളുകൾ അക്കൗണ്ട് നമ്പർ പഴയ ഏതെങ്കിലും അക്കൗണ്ട് നമ്പർ കൊടുക്കുക, അതുപോലെ തന്നെ ഫ്രീസായ ബ്ലോക്കായ അക്കൗണ്ട് നമ്പർ കൊടുക്കുക. അങ്ങനെ പല കാര്യങ്ങൾക്കും പെൻഷൻ ലഭിക്കാത്ത ഒരുപാട് ആളുകളുണ്ടായിരുന്നു. നിങ്ങൾക്ക് 2 മാസം കഴിഞ്ഞ് 2 മാസം പെൻഷൻ ലഭിച്ച ആളുകളാണെങ്കിൽ യെസ് എന്നും ഇല്ലാത്ത ആളുകൾ നോ എന്നും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ പെൻഷൻ മുടങ്ങിയ ആളുകൾക്ക് അന്നൊരു പിന്നീടൊന്നും ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. അക്കൗണ്ട് നമ്പർ തെറ്റിയ ആളുകൾക്കൊന്നും പണം അക്കൗണ്ടിൽ എത്തിയിട്ടുമില്ലായിരുന്നു. അങ്ങനെയുള്ള ആളുകൾക്ക് ഇപ്പോൾ അതിനുള്ള അവസരം വന്നിട്ടുണ്ട്. നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ കോപ്പിയും ബാങ്ക് അക്കൗണ്ടിൻ്റെ കോപ്പിയുമായി നിങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിലോ മറ്റു ഓൺലൈൻ സെൻ്ററുകളിലോ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപേക്ഷയിൽ ഇപ്പോൾ തിരുത്താൻ സാധിക്കുന്നുണ്ട്. അക്കൗണ്ട് നമ്പർ മാറിയ ആളുകളാണെങ്കിൽ ഈ ഒരു പുതിയ ബാങ്കിൻ്റെ പാസ്ബുക്കും ആധാർ കാർഡുമായി കൊണ്ടു ചെന്ന് കഴിഞ്ഞാൽ പുതിയ അക്കൗണ്ട് നമ്പർ അവിടെ ചേർക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അക്കൗണ്ട് നമ്പർ തെറ്റിക്കൊടുത്തു കഴിഞ്ഞാലും ഇത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് മറ്റൊരു കാര്യം കൂടി ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഏത് ഫ്രീസായ അക്കൗണ്ടും ഇപ്പോൾ ഓപ്പൺ ആക്കാൻ സാധിക്കും. നമ്മൾ KYC ചെയ്യാത്തത് കൊണ്ടായിരിക്കും നമ്മുടെ അക്കൗണ്ട് നമ്പർ ബ്ലോക്ക് ആയിട്ടുണ്ടായിരിക്കുക. അങ്ങനെയുള്ള അക്കൗണ്ട് നമ്പർ, അതുപോലെ തന്നെ നിങ്ങളുടെ ഏറ്റവും പുതിയ ഫോട്ടോ, ആധാർ കാർഡ്, പാൻ കാർഡ് എന്നിവയുമായി നിങ്ങൾ ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ അക്കൗണ്ട് ആക്റ്റീവ് ആവുകയും പിന്നീട് നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഇപ്പോഴും നമ്മൾ പുതിയ മന്ത്രിസഭ വരാൻ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. ഇപ്പോഴും ആ ഒരു പെൻഷൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ പ്രായം തെളിയിക്കുന്ന രേഖ, അത് നിങ്ങളുടെ SLC ബുക്ക് ആയിരിക്കാം, അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് ആകാം, പാസ്പോർട്ട് ആകാം, ഇതിലേതെങ്കിലും രേഖ മതി. അതുപോലെ തന്നെ നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ കോപ്പി, റേഷൻ കാർഡിൻ്റെ കോപ്പി, ഫോട്ടോ എന്നിവയെ നിങ്ങൾക്ക് ഇപ്പോൾ ഏത് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും നിങ്ങൾക്ക് ഈ ഒരു പെൻഷൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. പുതിയ സർക്കാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാലും ഈ ഒരു പെൻഷൻ പദ്ധതി തുടരുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഇതിൻ്റെ എല്ലാം ഔദ്യോഗികമായ അറിയിപ്പുകൾ നമുക്ക് വരും ദിവസങ്ങളിൽ തന്നെ ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ശേഷം നമുക്ക് അറിയാൻ സാധിക്കും. അങ്ങനെയുള്ള അറിയിപ്പുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.